ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകട്ടോ. അങ്ങനെ ദേവയാനി വരികയാണ്. ദേവയാനിക്കുള്ള സമയമായി മക്കളെ. ദേവയാനി വന്നു. ദേവയാനി അടുക്കളയിലേക്ക് വന്ന പാലൊക്കെ എടുത്ത് കുടിക്കാനുള്ള പരിപാടിയിലാണ്. ആ പാല് കാച്ചി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അയ്യോ, അനിയത്തി ചേച്ചിക്ക് പോഷകാഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുക, പിന്നെ അവൾ വേണം ഇനി ഒന്നുകൂടെ കാച്ചട്ടെ എന്നും പറഞ്ഞിട്ട് ഇതെന്തൊരു മധുര ഇത്, ബിർഫണിക്ക് കൊടുക്കാനുള്ളതാ എന്നും പറഞ്ഞിട്ട് അത് കുടിച്ച് ഒരേമ്പക്കവും വീട്ട് ഈ പുള്ളിക്കാരി അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് ഭർത്താവിൻ്റെ അരികിലേക്ക് ചെന്നപ്പോഴേക്കും പുള്ളിക്കാരന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ പരിപാടിയാണ്. പുള്ളിക്കാരനോട് വലിയ വിമ്പ് പറയുന്ന രീതിയിൽ പറയുകയാണേ, അതേ പാലടുക്കളയിൽ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നോ, ഞാൻ പാല് കുടിച്ചിട്ടാണ് വരുന്നത്. അത് നവ്യക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ചതായിരിക്കില്ലേ? ആയിക്കോട്ടെ, വേറെ പാലെടുത്ത് കാച്ചി കൊടുക്കാൻ അവൾക്ക് പറ്റില്ലേ? ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ പാലിരിപ്പുണ്ടല്ലോ. എന്നാലും ചോദിച്ചിട്ട് വേണ്ടടി എടുക്കാൻ. പിന്നെ അവളുടെ സാങ്ഷൻ മേടിച്ച് കുടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. അല്ല, നയനമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ പാല് കാച്ചി ഇതിനകത്ത് കൊണ്ട് തരില്ലായിരുന്നോ? പിന്നെ അവൾ ഈ മുറി കയറുന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം രാവിലെ തൂത്തു തുടക്കുന്നൊക്കെ ആരാ? അങ്ങനെ തൂത്തു തുടക്കാനുള്ള യോഗ്യതയെ അവൾക്കുള്ളൂ. ജോലിക്കാരെ ആഴ്ച 2 ദിവസമേ വരുന്നുള്ളൂ. അപ്പോൾ അവളുടെ കുറവ് നികത്താൻ വേറൊരാൾ. അങ്ങനെ ഞാൻ നയനയെ കാണിച്ചിട്ടുള്ളൂ. മരുമക്കളെ ജോലിക്കാരായിട്ടല്ല, മക്കളായിട്ട് കാണണം. പിന്നെ ഇന്നത്തെ കാലത്ത് അമ്മായിമാരൊക്കെ പാവങ്ങൾ തന്നെയാണ്. കയറി വന്ന പെൺകുട്ടികൾക്ക് അഹങ്കാരം, വീടെടുത്ത് തല തിരിച്ച് വെക്കുന്നതും. എന്തായാലും ഇന്നത്തെ കാലമൊക്കെ ശരിയായിരിക്കാം, നീ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയ മരുമകൾ അങ്ങനെ ഒരു മരുമകളല്ല. ഇവിടെ കയറി വന്ന നാൾ മുതൽ നമ്മുടെ മരുമോൾ അവളുടെ എല്ലാ കടമകളും ചെയ്യുന്നുണ്ട്. പക്ഷെ നീ അത് കാണുന്നില്ല. അവൾക്ക് ഈ വീട്ടിലും എൻ്റെ മനസ്സിൽ ഒരു മരുമോളുടെ സ്ഥാനം കിട്ടണമെങ്കിലേ ഞാൻ മരിക്കണം. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മനസ്സിൽ കിട്ടത്തില്ല. എന്തായാലും മറ്റു കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആദ്യം പോകുന്നത് ഞാൻ തന്നെയല്ലേ. അതിനുശേഷം അവൾ വീട് ഭരിക്കുമോ എന്താച്ചാ ചെയ്യട്ടെ. എന്തായാലും ഉറക്കം വരുന്നു, എന്തോ ഒരു തളർച്ച പോലെ. പാല് കുടിച്ചത് തളർച്ച മാറാനേ, പക്ഷേ ശരിക്കും തളരുന്നത് പോലെ. ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്ക് വഴക്കൂടാൻ വയ്യ എന്നും പറഞ്ഞ് ദേവയാനി പോയി കിടക്കുക. നയനെ കുറ്റം പറഞ്ഞ് നയനയുടെ പാലും എടുത്ത് കുടിച്ച് കിടക്ക, നിന്നെ മര്യാദയ്ക്ക് കിടത്താനായിട്ട് ദൈവം അനുവദിക്കില്ല. എന്തായാലും അനാമിക ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ അനാമികയുടെ പരിപാടി ഏക്കണമല്ലോ. ദേവയാനിക്ക് ഇത് തന്നെ കിട്ടണം. നമ്മുടെ നയന വന്ന് ചേച്ചിക്കുള്ള പാലെടുക്കാൻ നോക്കിയപ്പോൾ പാലാരൻ്റെ അടുത്ത് കുടിച്ചിരിക്കുന്നു. ഇതാരപ്പാ ഇത്? എന്തായാലും കൂടുതൽ അന്വേഷണത്തിനും ഒന്നും നിന്നില്ല. പുള്ളിക്കാരി അടുത്ത് കുറച്ച് പാലെടുത്ത് കാച്ചി ചേച്ചിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതേ സമയം ജലജയാണെങ്കിൽ നയന പാലുമായിട്ട് വരുന്നത് കാത്തിങ്ങനെ നിൽക്കുക. നയന പാലുമായിട്ട് വന്നാലോണോ നവ്യ ചത്തുപോകുള്ളൂ. നവ്യല്ല, നവ്യയുടെ കുഞ്ഞ് ചത്തുപോകുള്ളൂ. കുഞ്ഞ് സമാധിയാകാനായിട്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ കാത്ത് നിൽക്കുക കേട്ടോ. എന്തായാലും ഈ കാത്തു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നത് നമ്മുടെ അനാമികയെയും അമ്മ രേവതിയുടെയും സംസാരം. മറന്നു നിന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പൊന്നമ്മേ, നമ്മളിവിടെ കിടന്ന് ഓടിയപ്പോൾ അവളുമാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമല്ലായിരുന്നോ? ഇനി നമുക്ക് സന്തോഷിക്കണം. അവൾ ചിരിച്ച് നിർത്തിയെടുത്ത് വെച്ച് നമുക്ക് ചിരിച്ചു തുടങ്ങണം മോളെ. ഇന്നത്തെ ദിവസം ഇവിടെ ആർക്കും ഉറക്കമില്ലാത്ത രാത്രി. നമുക്ക് സുഖമായിട്ട് മൂടി പൊതച്ച് കിടന്നുറങ്ങണം. അനിസാമി ആയതുകൊണ്ടേ എനിക്ക് അമ്മയ്ക്കൊപ്പം തന്നെ കിടക്കാം. നമുക്ക് ഉറങ്ങാമേ, സുഖമായിട്ട് ഉറങ്ങാം എന്നും പറഞ്ഞിട്ട് മോളും തള്ളയും കൂടെ അങ്ങോട്ട് പോവാ. എൻ്റെ അമ്മോ, ഇതെന്തൊരു വിഷമാണപ്പാ. ഇതിനേക്കാളും വലിയ വിഷമാണല്ലോ. ഇവളുമാരുള്ളത് കൊണ്ട് ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി, ഇവളുമാരങ്ങടെ ആക്കിക്കോളും. എന്തായാലും എങ്ങനെയെങ്കിലും മൂത്ത 2 മരുമക്കളും പുറത്ത് ചാടട്ടെ, എന്നിട്ട് അവസാനം ഇവളെ ഞാൻ പുകച്ച് പുറത്ത് ചാടിച്ചോളാം എന്ന് ജലജ ഇങ്ങനെ മനസ്സിലോർക്കാണ് കേട്ടോ. എന്തായാലും നവ്യ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും നയന പാലെടുത്ത് കൊടുക്കുക. ചേച്ചി ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ കാച്ചി വെച്ചിരുന്ന പാല് ചേച്ചി എടുത്ത് കുടിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഈ ചേച്ചിക്ക് കാച്ചി വെച്ചിരുന്ന പാല് കാണുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും കാച്ചിയ പാലാ. അപ്പോഴേക്കും പാല് കട്ടുപിടിക്കുന്ന വല്ല പൂച്ചയുണ്ടോ? ആർക്കറിയാം ചേച്ചി, ആരെ എടുത്തേന്നറിയില്ല. എന്തായാലും ഇച്ചിരി ചൂടുണ്ട്, ഞാൻ ഒന്നുകൂടെ തണുത്തിട്ട് കുടിക്കാം. അപ്പം ഞാൻ ആറ്റിയാണല്ലോ കൊണ്ടുവന്നത്, എന്നാലും ഇത്രയും ചൂട് എനിക്ക് വയ്യ ഈ രാത്രിയിൽ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുടിച്ചോളാം. അപ്പോഴേക്കും എന്നിട്ട് നവ്യ അങ്ങ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇപ്പം നല്ല സന്തോഷമുണ്ടല്ലേ? അത് പിന്നെ കാണാതിരിക്കുമോ? കല്യാണത്തിന് ശേഷം എത്രയോ നാളുകൾക്ക് ശേഷമാണ് അവന് എന്നെയും കുട്ടി നമ്മുടെ വീട്ടിലേക്ക് പോയത്. സ്വപ്നം പോലെ തോന്നുകയല്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, എന്തായാലും ആദർശേട്ടനെ കൊണ്ട് എൻ്റെ അമ്മ വ്രതം എടുക്കാൻ പറഞ്ഞത് മുത്തച്ഛനൊക്കെ ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചേച്ചിക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായല്ലോ. എന്തായാലും മാല കഴുത്തിലിട്ടപ്പോൾ അയ്യപ്പ ദർശനം ഉണ്ടായി എന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ, നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എന്നാലും നിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദർശേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നമുക്കതാണല്ലോ വേണ്ടത്.
എന്ന് നയനെ പറഞ്ഞിട്ട് അങ്ങ് പോവുക. നവ്യാണെങ്കിൽ പാവം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. ഇതേ സമയം അഭിയാണെങ്കിൽ കാത്തിരിക്കുകയാണ് ഇവളുടെ കൊച്ചൊന്ന് പോകുന്നത് കാണാനായിട്ട്. ഇവളുടെ കൊച്ച് മാത്രമല്ല, അവൻ്റെ സ്വന്തം ചോരയായിട്ട് കിടക്കണേന്ന് അവനൊരു ചിന്തയില്ല. ഇതേ സമയം ജലജ വരുവാണ് കേട്ടോ. എടാ 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 അനിയത്തി ചേച്ചിക്ക് പാലുമായിട്ട് പോയിരിക്കുക. ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു നീ ഒന്ന് നോക്ക്, കുടിച്ചോന്ന് നോക്ക്. എന്തായാലും അനിയത്തി കൊണ്ടുവരുന്ന പാല് ചേച്ചി ഇതുവരെ കുടിക്കാതിരുന്നിട്ടില്ല. എടാ എന്നാലും ഇന്ന് കുടിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് പായസം മാറ്റിയപ്പോൾ സംഭവിച്ചതുപോലെ ഒന്നും ആവരുത്. അവർ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് കുടിക്കില്ല, ബാത്റൂമിൽ കളയില്ലേ. നമ്മളെ പറ്റിക്കാനായിട്ട് കൊണ്ടുവരികയും ചെയ്യും. നീ ചെല്ലുമ്പോൾ കുടിച്ചു എന്ന് പറയുകയും ചെയ്യും. ഇപ്പം മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഗ്ലാസ് കാലിയാണെങ്കിൽ കുടിച്ചു എന്ന് കരുതിയാൽ മതി. അവൾ അങ്ങനെ പെട്ടെന്ന് പാല് കുടിക്കാറില്ല. നയന് ചെറിയ ചൂടോടെയല്ലേ പാല് കൊണ്ട് കൊടുക്കുന്നത്. നല്ല തണുത്തിട്ടേ അവൾ കുടിക്കാറുള്ളൂ. അവൾക്ക് ചൂട് പാൽ ഇഷ്ടമായില്ല. അവൾ ഐസിട്ട് തണുപ്പിച്ചാലും വേണ്ടില്ല, എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, അതൊന്ന് കുടിച്ചാൽ മതി. വിഷമുണ്ടെന്ന് ഉറപ്പാണോ? എന്തായാലും നയന പാലുമായിട്ട് പോകുന്ന സമയത്ത് അനാമികയും ദേവതയും വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയും അമ്മയും ഞാൻ കണ്ടതാ. അവരെ നമ്മളെക്കാളും ആകാംക്ഷയില്ല. എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷിച്ചു നവ്യയുടെ മുമ്പിൽ. ഒരുപാട് ചിരിക്കുകയും ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം ഒന്നിച്ചൊന്ന് പുറത്തു പോയത്. അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു. അവൾക്ക് ഇഷ്ടമുള്ള നോൺ വെജ് ഒക്കെ മേടിച്ചു കൊടുത്തു. എടാ നീ ഒരു സാമിയല്ലേ? അതിന് ഞാനല്ലല്ലോ കഴിച്ചത്, അവളല്ലേ കഴിച്ചത്. അവൾക്ക് ഇത്തിരി പുണ്യമുണ്ടെങ്കിൽ അവൾ അതങ്ങ് പോട്ടെ എന്ന് ഞാനും കരുതി എന്ന് അഭി പറഞ്ഞപ്പോഴേക്കും അത് കൊള്ളാം, എന്നാൽ നീ അങ്ങോട്ടേക്ക് ചെല്ല. പാല് കുടിച്ചെങ്കിൽ നീ വിശേഷം പറഞ്ഞിട്ടോടാ. പറയാമേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുക. ജലജയാണെങ്കിൽ എൻ്റെ അയ്യപ്പ സ്വാമി അവൾ പാല് കുടിക്കണേ. അധികം വൈകാതെ അവളുടെ മുറിയിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടാൽ മതിയായിരുന്നു. നിലവിളി ശബ്ദം കേൾക്കാൻ പോകുന്ന മുറി ഏതാണെന്ന് നമുക്കറിയാം അല്ലേ. കാത്തിരിക്കാം. എന്തായാലും അഭി കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും പാല് നവ്യ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിക്ക് സന്തോഷമായി. അപ്പോൾ ഈ പാല് പകുതിയായി കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്ന് നല്ലൊരു ദിവസമല്ലേ, നമുക്ക് പാല് പപ്പാതി കുടിക്കടാ. അപ്പോഴേക്കും ഈശ്വര കുഴഞ്ഞല്ലോ ഭഗവാനെ, എന്താ നോക്കി നിൽക്കലേ, കുടിക്കുക. ഇതെന്താടി നീ സംസാരിക്കുന്നത്? നീ ആരോടെ ഈ സംസാരിക്കുന്നതെന്നറിയോ? അപ്പോഴേക്കും പാല് പകുതി കുടിക്കുന്നതിൽ ഇപ്പം എന്താ കുഴപ്പം? എടി കൊച്ച്, ഞാൻ അയ്യപ്പസ്വാമിയാ. ഒരാൾ കുടിച്ചതിൻ്റെ ബാക്കിയൊന്നും കുടിക്കാൻ പാടില്ല. അയ്യോ, ഞാൻ അക്കാര്യം ഓർത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ കിടങ്ങുമ്പോൾ നീയല്ലേ പാല് കുടിക്കേണ്ടത്, നീ അതങ്ങോട്ട് കുടിക്കുക. അങ്ങനെ നവ്യ പാല് മുഴുവൻ കുടിക്കുക കേട്ടോ. ആശ്വാസത്തോടെ സന്തോഷത്തോടെ നമ്മുടെ അഭി ഇങ്ങനെ നോക്കിയിരിക്കുക. പാലെങ്ങനെ ഉണ്ടായിരുന്നു? പാല് പോലെ തന്നെ ഉണ്ടായിരുന്നു, അല്ലാതെ എങ്ങനെ ഉണ്ടാവാനാ? എന്തായാലും എനിക്ക് മധുരം കൂടുതൽ വേണമെന്ന് നയനയ്ക്ക് അറിയാം. വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് അവൾ പാകത്തിനെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെയാ അനിയത്തിമാർ. എന്നാലും അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ അഭി ഹണിമൂൺ ട്രിപ്പിന് പോകാനായിട്ട്. അത് മുടങ്ങിയില്ലേ? എന്ത് ചെയ്യാനാ, അമ്മായി അത് മനഃപൂർവ്വം മുടക്കിയതാ. എന്തായാലും ഇതിങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നവ്യ. മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ പിന്നെ അമ്മായിക്കല്ലേ ഇവിടെ അധികാരം കൂടുതലാ. ഇനി 41 കഴിയുമ്പോൾ അടുത്ത എടുക്കുന്നു പറയാൻ പറ്റില്ല കേട്ടോ. ഇനി ചിലപ്പം അവർ നോമ്പെടുക്കാൻ പോകുന്നത് നയനയ്ക്കായിരിക്കും. എന്തായാലും അവിടെയൊക്കെ ഏട്ടൻ തൻ്റെ ഇടം കാണിക്കണ്ടേ? ഏട്ടനല്ലേ ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടത്. എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് അഭി ചോദിച്ചപ്പോഴേക്കും നവ്യ പറഞ്ഞു, നീയും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ പറയരുത് നവ്യ, ഇനി എൻ്റെ ഭാര്യയ്ക്ക് തന്നെ മുൻഗണന. അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇനി എൻ്റെ എല്ലാം നീയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. നീ ഓവറാക്കുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്. നീ സംശയിച്ചോ, പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരില്ല നവ്യ, ഒരിക്കലും. ഈ അയ്യപ്പൻ തരുന്ന വാക്ക. മാല ഇട്ടുകൊണ്ട് കള്ളം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നവ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാല ഇട്ടാലും ഇല്ലേ, എനിക്കിഷ്ടമില്ലാത്തവർ ഞാൻ കള്ളം മാത്രമേ പറയുള്ളൂ എന്ന് അഭി മനസ്സിലോർക്കുക. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒന്നും ചെയ്യണ്ട, ഈ സ്നേഹം ഇതുപോലെ തന്നെ അങ്ങ് നിലനിർത്തിയാൽ മാത്രം മതി. ഇതേ സമയം അഭിക്ക് കോള് വരിക. ഈ അമ്മ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? കോൾ എടുക്കുക. അമ്മേ, ശരി ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടു കോള് കട്ട് ചെയ്തു. എന്നെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന്. അറിയില്ല, ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനെന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. വെറുതെ വായിട്ട് അലക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല, എനിക്കിനി നീ മതി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യാണേ അയ്യോ ഇതൊക്കെ ഇട്ട് പൊളാൻ കൊള്ളോണ്ട് ഇങ്ങനെ നിൽക്കുക. ജലജയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു തത്രപ്പാടി കാത്തിങ്ങനെ ഇരിക്കുക. എടാ എന്തായടാ? അമ്മ പറഞ്ഞതൊക്കെ നടന്നു, പക്ഷേ അവളെ പകുതി കുടിച്ചിട്ട് എൻ്റെ നേരെ വെച്ച് നീട്ടി. എടാ നീ അത് കുടിച്ചോടാ? ഞാൻ അങ്ങനെ കുടിച്ചോ? ഞാൻ അങ്ങനെ കുടിക്കുമോ? അമ്മയ്ക്ക് അറിയത്തില്ലേ? അല്ല,
നീ മണ്ടത്തരവാ കാണിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ അടുത്ത കാലത്തെ പ്രവർത്തികളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അവളുമാരുടെ സംസാരം അനുസരിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് മരുന്ന് പ്രവർത്തിച്ച് തുടങ്ങും. പിന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും. കുഞ്ഞു പോകും. 2 ആഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. ആ രീതിയിലുള്ള സാധനമാണ് അകത്ത് ചെന്നിരിക്കുന്നത്. നീ 2 ആഴ്ചയെങ്കിലും അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും നിൽക്കണമെങ്കിൽ നിൽക്കാം. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ കൊച്ചൊന്ന് പോയാൽ മതി. ഇത്ര പെട്ടെന്ന് എല്ലാം ഒത്തുവരുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. അവളുടെ കുഞ്ഞിനെ കാത്തിരിക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. പ്രത്യേകിച്ച് അവളുടെ വീട്ടുകാരും ഇവിടത്തെ കളവിനും കളവി. അപ്പോൾ അതെല്ലാം അറിയുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങ് ആറി തണക്കും. പിന്നെ ഒരു കാരണവശാലും ഇനി ഇതുപോലൊരു കുഞ്ഞ് അവളുടെ വയറ്റിൽ കുരുക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാമേ. ഏത് ബുദ്ധിമാനും ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടല്ലോ. എന്തായാലും സ്വന്തം അനുഭവം കൊണ്ട് പിന്നെ ചെയ്ത തെറ്റ് തിരുത്താനായിരിക്കും ശ്രമിക്കുന്നത് എല്ലാവരും. ഞാനും അങ്ങനെ തന്നെയാണ്. എടാ, അത് പറച്ചിൽ മാത്രം പോരാ, നീ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതോടൊപ്പം തന്നെ കാശുള്ള വീട്ടിലെ പെൺകുട്ടിയെ നീ സ്നേഹിച്ചു തുടങ്ങണം. നവ്യയെ പുറത്തായ നല്ലൊരു പെണ്ണ് ഇങ്ങോട്ടേക്ക് വരണം. അമ്മ, അതൊന്നും അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കുമല്ല. ഇവിടെ എല്ലാം നശിപ്പിക്കാനായിട്ട് കഴിവും മനസ്സുള്ള അനിയുടെ ഭാര്യ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവളുമാരൊക്കെ പുറത്ത്. അവളുടെ അച്ഛനും അമ്മയും കണ്ണും അടച്ച് അവളെ സപ്പോർട്ട് ചെയ്യാണ്. ആ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പോഴേക്കും എന്തായാലും ഞാൻ അതൊക്കെ നോക്കട്ടെ. അവൾക്ക് പെയിൻ തുടങ്ങിയോന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും അത് തുടങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല. എന്തായാലും കുഞ്ഞിനെ ലാളിക്കാൻ പറ്റില്ല അവൾക്ക്. നീ പോയി അവളെ ഒന്ന് ലാളിക്ക് മോനെ, ലാളിക്ക് എന്നും പറഞ്ഞിട്ട് ജലജ മകനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അനാമികയാണെങ്കിൽ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അമ്മേ. അതെ, അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വല്ലതും ആണോ ഇനി? ആ വിഷം ഉള്ളിൽ ചെന്ന് അവൾ നിലവിളിക്കുന്നല്ലേ അച്ഛൻ പറഞ്ഞത്. നിലവിളി പോയിട്ട് ഞരക്കം പോലും കേൾക്കുന്നില്ലല്ലോ. അല്ല, ഇനി അവൾ പാല് കുടിച്ചില്ലേ? എനിക്കറിയാൻ പാടില്ല. കുടിക്കാതിരുന്ന് കാണുമോ? പാല് തണുത്ത അവൾ കുടിക്കാതിരിക്കുമോ? ഇതിപ്പോൾ തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നല്ലോ അമ്മേ. എനിക്കും അങ്ങനെയാ മോളെ. ഇതൊന്നും അറിയാനും പറ്റുന്നില്ലല്ലോ. ദേ, നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നാൽ ആരെങ്കിലുമൊക്കെ സംശയിക്കും. മുറിക്കകത്തിരുന്നിട്ട് ഒരു സ്വസ്ഥതയില്ലാഞ്ഞിട്ടല്ലേമേ നമ്മൾ പുറത്തിറങ്ങിയത്. അങ്ങനെ അവർ ടെൻഷൻ അടിച്ച് ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയന ആദർശിനരികിലേക്ക് വരിക. ആദർശ് കമ്പനിയിൽ ഓരോ കാര്യങ്ങൾ ലാപ്ടോപ്പിലൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വന്നു. രാത്രി കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കട്ടെ? വേണ്ട, ഉറക്കക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പാല് കുടിച്ചാൽ പെട്ടെന്ന് ഉറങ്ങും. തൽക്കാലം വേണ്ട നയനെ. എന്നാ ഗുഡ് നൈറ്റ്. എന്നാ നീ പോവാണോ? നീ ഇങ്ങോട്ട് കുറച്ചേരം ഇരിക്കുക. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ മുറിയിലിരിക്കുന്നതായിരുന്നല്ലോ ബുദ്ധിമുട്ട് എന്ന് നയന പറഞ്ഞപ്പോൾ, അക്കാലമൊക്കെ പോയല്ലോ, നിന്നെ കാണാത്ത എനിക്കിപ്പോൾ ബുദ്ധിമുട്ട്. എൻ്റെ മുഖം കണി കാണുന്നത് ഐശ്വര്യക്കേടാണെന്നാ എൻ്റെ അമ്മായിയമ്മ പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല ഭാര്യയെ. നിന്നിപ്പോൾ ഒരു ദിവസം കാണാതിരുന്നാലാ എൻ്റെ ഐശ്വര്യം കുറയുന്നത്. നിന്നെ ഓഫീസിലേക്ക് കൊണ്ടായ പകൽ മൊത്തം നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആദർശേട്ടൻ്റെ അമ്മ അത്രത്തോളം ഒന്നും വളർന്നിട്ടില്ല. അവിടെ തീരുമാനം എടുക്കുന്നത് അച്ഛനും മുത്തശ്ശനും ഒക്കെയാണ്. അവരൊക്കെ നിന്നെ മെയിൻ ഡിസൈനറാക്കാൻ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും അത് പിന്നെ വല്ലാത്തൊരു സംസാരത്തിന് കാരണമാവും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അടുക്കളപ്പണിയൊക്കെ ഏറ്റെടുത്തോടെ ജോലിക്കാരി ആഴ്ചയിൽ 2 ദിവസമേ വരുന്നുള്ളൂ. അവർ വന്നാലും പുറത്തെ പണികളല്ലേ കൂടുതലും ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ മാറി നിന്നാൽ വീടിൻ്റെ താളം തെറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഭാര്യയെ വെറും അടുക്കളക്കാരിയാക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല എന്ന് ആദർശ് പറഞ്ഞപ്പം എനിക്കതിനൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. അത് നിൻ്റെ ഇഷ്ടം. ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടാവണം. അതൊക്കെ ആദർശേട്ടനെ തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ കാരണമില്ലാതെ വഴക്കൂടുന്നവരാണ് ഇവിടെ ഉള്ളവരിൽ ഇപ്പോൾ കൂടുതലും. അനാമികയും അമ്മയും വന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായി. അല്ല, ഈ അനാമികയുടെ അമ്മ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? എൻ്റെ അമ്മ ഇവിടെ വന്ന് നിന്നില്ലേ? പിന്നെ അവൾ ഒറ്റ മോളല്ലേ, മോളെ കാണാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതെ, നീ ഞാനും സംശയിക്കുന്ന പോലെ അവൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നയന. ഞാൻ ഈ മാലയിട്ട സമയത്ത് പോലും പ്രാർത്ഥിച്ചത് എനിക്ക് ചതി പറ്റരുതേ എന്ന് തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ മാല പോയത് പിന്നിൽ അനാമികയും അവളുടെ വീട്ടുകാരുമാണോ എന്ന് സംശയം ഉണ്ടായിട്ട് പോലും ഞാനത് അത്ര സീരിയസ് ആയിട്ട് കണ്ട് മുന്നോട്ട് പോകാത്തത്. അതൊക്കെ പുറത്ത് വന്ന അനിയുടെ ജീവിതമല്ലേ പ്രശ്നത്തിലാകാൻ പോകുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും അവർ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ട്. അതെങ്ങനെയെങ്കിലും ഒഴിവാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ശരി ആദർശേട്ടാ, ഞാൻ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല. അമ്മ കണ്ടുകൊണ്ട് വന്ന് വെറുതെ കുറ്റപ്പെടുത്തുള്ളൂ. ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞ് നയനെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ കയ്യിലേക്ക് ആദർശ് കയറി പിടിച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അവളെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്താ ആദർശേട്ടാ,
അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഏയ് ഒന്നുമില്ല, പോയിട്ട് വാ. അങ്ങനെ പോകാൻ മടി ആദർശിനും നയനയ്ക്കും. എന്നാലും അയ്യപ്പസ്വാമിയെ മനസ്സ് വിചാരിച്ചിട്ട് നയനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ആദർശാണെങ്കിൽ അതിനെ പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക, എങ്ങനെയെങ്കിലും വ്രതം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, ഇത് മാത്രമേ ഉള്ളൂ അവന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 6:30 കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ കഥ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സി ഓക്കെ, താങ്ക് യു.